ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഇതേപോലത്തെ ഒരു ബ്രോക്കൺ പീസ് ടൈൽസ് കൊണ്ട് ഒരു ഔട്ട്ഡോർ ആയിട്ടുള്ള ഒരു ഔട്ട്ഡോർ ടേബിളാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്. അതൊരു കോൺക്രീറ്റ് കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതിൽ ഞാനൊരു ടയറിൻ്റെ ഔട്ടർ പാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ ഇതുപോലൊരു ചാക്ക് ഞാൻ നടുക്കൂടെ മുറിച്ചിട്ട് അതിങ്ങനെ വിരിച്ചതാണ്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ടയർ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ടയറിൻ്റെ ഫ്രെയിം വെച്ചു. എന്നിട്ട് അതിനകത്തേക്ക് ഇതുപോലൊരു കമ്പി, അതിങ്ങനെ ഇപ്പോൾ ഒരു ഫ്രെയിം ആക്കിയതാണ്. നമ്മുടെ ഒരു മെഷില്ലേ, സാധാരണ ഇവിടെ കിടക്കുന്നൊരു മെഷ് എടുത്ത്, അതായത് നമ്മളിപ്പം ഇതിന് ഒരു സപ്പോർട്ടായിട്ട് നമ്മൾ കമ്പി കെട്ടി കൊടുക്കുന്നതിന് പകരം ഇതുപോലൊരു മെഷ് എടുത്ത് അതിൻ്റെ സൈഡ് ഉണ്ടായിരുന്നത് വെട്ടിക്കളഞ്ഞില്ല, അത് അതിനൊരു മടക്ക് കൊടുക്കുക ചെയ്തത്. മുകളിലേക്ക് മടക്കിയതിന് ശേഷം അത് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഉള്ളിലേക്ക് അത് സ്പേസിലായി. ഇനിയിപ്പം നമുക്ക് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമുക്കിത് നല്ല സ്ട്രെങ്ത്തായിട്ട് ഒരു കമ്പീൻ്റെ ഒരു സ്ട്രെങ്ത്തിന് കിട്ടും. പോരാത്തിന് ഈ 4 ഭാഗത്ത് മടക്കിയതിനെ വെച്ചിട്ടാണ് അതിലേക്കാണ് നമ്മളൊരു കാല് വെക്കുന്നതിൻ്റെ വാർപ്പിൻ്റെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോഴുള്ള കമ്പിയില്ലേ, ആ ഒരു കമ്പി 4 ഇതിൻ്റെ ഉള്ളിലേക്കാണ് വെക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കെട്ടി വെക്കുമ്പോൾ സംഭവം സ്ട്രോങ് ആയിട്ട് ഇരിക്കും മേളിലേക്ക്. എന്നിട്ടാണ് നമ്മളതിൽ പൈപ്പ് ഇറക്കി 4 കാലുണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത്, ഇത്രയും ചെയ്യുക. അതിനുശേഷം ഞാനിതെന്താ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ടൈൽസ്, ഇനി നമ്മൾ ഇതിൻ്റെ മേളിലൊരു ടൈൽസാണ് നമ്മൾ ചെയ്യുന്നത്. ആ ടൈൽസാണ് നമ്മൾ ആദ്യം ഇതിൽ നിരത്തേണ്ടത്. അപ്പോൾ കുറച്ച് പൂഴിമണൽ ഞാൻ അടിയിലിട്ടിട്ട് അത് ഞാൻ കാണിക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പഴയ ടൈൽസിൻ്റെ കഷ്ണങ്ങളുണ്ട്, അത് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഇറക്കി വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ വെള്ളത്തിൽ ഇറക്കി വെച്ചു. 1 മണിക്കൂറൊന്നും വെക്കണ്ട, ബട്ട് സ്റ്റിൽ സമയമുള്ളതുകൊണ്ട് ഞാൻ ഒരു വെള്ളത്തിലാക്കി 1 മണിക്കൂർ ടൈൽസ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ആണ് നമ്മളിനി ടൈൽസ് ഇതിൻ്റെ അടിഭാഗത്തേക്ക് നിരക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്, അതായത് നമ്മൾ ഇപ്പം ടൈൽസ് ഇവിടെ തല തിരിച്ചാൽ വയ്ക്കുക, ഒരു ലെയർ, അതായത് ഇതിൻ്റെ ഈ ഒരു പോർഷൻ, ഈ ഒരു ചെറിയൊരു കട്ടിങ് വരുന്നൊരു പോർഷൻ ഉണ്ട്. അതായത് ഏകദേശം 1 സെൻറ്റിമീറ്റർ അളവിൽ നമ്മൾ പൂഴിമണൽ ഇതിൻ്റെ മുകളിൽ നിരത്തും. അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പം ടൈൽസ് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ പൂഴിമണൽ നിരത്തുമ്പോൾ അതിലൊരു ലെവൽ കിട്ടുകയും ചെയ്യും, മുകളിലൊരു ഇച്ചിരി സ്പേസ് കിട്ടും. അതിലേക്ക് നമുക്ക് ഇതിലേക്ക് ഗ്രൗട്ട്, ടൈൽസിൻ്റെ ഗ്യാപ്പിൽ വരുന്ന ഗ്രൗട്ട് നിരത്തണം. അതൊക്കെ ഞാൻ പ്രോസസ്സ് വഴി കാണിക്കാം. അപ്പോൾ ഈ പറഞ്ഞ അതേ പ്രോസസ്സ് നിങ്ങളും ഫോളോ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ഇത് ചെയ്യാൻ പറ്റുക, മിസ്റ്റേക്ക് ഇല്ലാണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇനി ഞാൻ ഓരോ പ്രോസസ്സായിട്ട് കാണിക്കാം. ഇപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ കാണിച്ചു, ഇനി പതിയെ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മളിവിടെ ഓൾറെഡി ഇതെല്ലാം നിരത്തി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് നിരത്തിയിട്ട് നിങ്ങൾക്ക് കാണാം. ഇതിന് ഇൻസൈഡൊക്കെ ആയിട്ട് കംപ്ലീറ്റ് നിരത്തിയിട്ടുണ്ട്. ചെറിയ വെയിലടിക്കുന്നതുകൊണ്ട് കാഴ്ച കാണുന്നുണ്ടല്ലോ. എനിക്ക് വേറൊരു സ്ഥലം ചെയ്യാനായിട്ടില്ല, ഇപ്പോഴും ഇൻഡോർ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമ്മൾ നിരത്തി. ഇനിയിപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ പൂഴിമണൽ നിറയ്ക്കുക. എംസാൻഡ് ഉള്ളവർക്ക് എംസാൻഡും ചെയ്യാം. പൂഴിമണലാണ് ഏറ്റവും നല്ല നേരിയ കല്ലില്ലാണ്ട് അരിച്ചെടുത്തതിന് ശേഷം നിറയ്ക്കണം. എന്താ വെച്ചാൽ ഈ ഗ്യാപ്പിൽ മുഴുവൻ നമുക്ക് ഗ്യാപ്പ് വേണം. കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഉദ്ദേശിച്ച ആ ഒരു ഡിസൈൻ നമുക്ക് ആക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയിൽ ഈ ഗ്യാപ്പിലേക്കൊക്കെ നമ്മൾ ഇനി ഇത് നിറയ്ക്കും. ഗ്യാപ്പിലേക്കൊക്കെ നമ്മൾ ബ്ലാക്ക് ഓക്സൈഡോ അല്ലെങ്കിൽ റെഡ് ഓക്സൈഡോ, ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഏതാ ചെയ്യേണ്ടതെന്ന്. അത് നമ്മൾ മേടിച്ചിട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ അതുപോലെ വേണം നമുക്കത് ആക്കി കൊടുക്കാൻ. മൂന്നെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇതുപോലെ അരിച്ചെടുത്ത പൂഴിമണൽ, കല്ല് തീരെ ഒഴിവാക്കിക്കോളൂ. എന്ന് വെച്ചാൽ കല്ലുണ്ടാകുമ്പോൾ നമുക്ക് ആ ഗ്യാപ്പ് കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് പൂഴിമണൽ നമ്മൾ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ഗ്യാപ്പ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ചിലപ്പോൾ കുത്തി നിറയ്ക്കുമ്പോഴൊക്കെ അതിനകത്തേക്ക് മെയിൻ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഗ്യാപ്പ് മിസ്സായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ അധികം ഇടണ്ട, ഈ ടൈൽസിൻ്റെ ഒരു ഇച്ചിരി ഭാഗം ബാക്കി വരുന്ന രീതിയിൽ, എന്നാൽ മാത്രമേ കുറച്ച് കോൺക്രീറ്റ് അതിൽ ഇറങ്ങുകയും വേണം. നമുക്ക് ടൈൽസിലൊരു പിടുത്തം കിട്ടണമല്ലോ. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നല്ല കംപ്ലീറ്റ് ആയിട്ട് പിന്നെ ശരിക്കും എറിഞ്ഞ് വിതറരുത്, ആ ഗ്യാപ്പ് പിന്നെ കംപ്ലീറ്റ് പോകും. പിന്നെ നമ്മൾ രണ്ടാമത് കുറേ കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ വീഡിയോ കുറച്ച് ലെങ്തി ആയാലും നിങ്ങൾക്ക് ഓരോ പോർഷൻസും ശരിക്കും കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പം പല വീഡിയോസിലും കാണുമ്പോഴും എനിക്കും ഒരുപാട് ഡൗട്ട് വന്നിട്ടുണ്ട്, പല ക്രാഫ്റ്റിൻ്റെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ അതെന്താണ് അവിടെ ചെയ്തതെന്ന്. അപ്പോൾ അത് മിസ്സാവാണ്ടിരിക്കാനാണ്. പക്ഷെ മനസ്സിലാവുന്നവർക്ക് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. ബട്ട് ബാക്കിയുള്ളവർ എന്താ അവിടെ ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാൻ കുറച്ച് ലെങ്തി ആക്കുന്നുണ്ട് വീഡിയോ. ബട്ട് അത് ഈ ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണാം എല്ലാ
ഏരിയയിലും ഇപ്പോൾ മേളിലായിട്ടുണ്ട്. ഇനി ഞാനതിനെ നമ്മളൊരു ബ്രഷ് പോലത്തെ നമ്മളെ പെയിൻറ്റ് ബ്രഷ് എടുത്തിട്ട് ഇത്ര മതി, അപ്പോൾ നമ്മൾ ഓവറായിട്ട് ഇടണ്ട. അപ്പോൾ ഇവിടെയൊക്കെ സംഭവം പൂഴിമണൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഗ്യാപ്പായിട്ട് നമുക്ക് കൊടുക്കാനും പറ്റില്ല, കാരണം സിമെൻറ്റ് ഇടുന്ന സമയത്ത് കുറച്ച് അതിൽ വരും. അപ്പോൾ വന്നാലും കുഴപ്പമില്ല, അവിടെ നമുക്ക് ഈ ഗ്രൗട്ട് ഇടുമ്പോൾ ആ കളർ അതിലേക്ക് പിടിക്കും. ടൈൽസിൽ നമ്മൾ ബ്രഷ് ചെയ്ത് കളയുമ്പോൾ അതൊക്കെ ഞാൻ കാണിക്കാൻ വഴി, ഇത് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഒരു ബ്രഷ് ഇട്ടിട്ട് ആ ഗ്യാപ്പിലേക്ക് കറക്റ്റ് ഫില്ല് ചെയ്ത് ടൈൽസിനെ സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി പൂഴിയൊക്കെ വൃത്തിയാക്കി കണ്ടോ, അപ്പോൾ എല്ലാ ഗ്യാപ്പിലേക്ക് നമ്മൾ പൂഴി നിറച്ചിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ നമ്മൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് മേളിലൊരിച്ചിരി നമ്മൾ സിമെൻറ്റിൻ്റെ പൗഡർ ഒന്ന് ചെറുങ്ങനെ നനച്ച് കൊടുത്തതിന് ശേഷം, നനയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂഴി ഭാഗം നനയ്ക്കരുത്. എന്നിട്ട് നമ്മൾ ആ സിമെൻറ്റിൻ്റെ ജസ്റ്റ് ഒരു ഗ്രൗട്ട് പോലെ ആക്കിയതിന് ശേഷം ഈ ടൈൽസിൻ്റെ ഭാഗമാണ് പൂഴി ഒഴിവാക്കിയിട്ട് ടൈൽസിൻ്റെ ഭാഗത്തിൽ മാത്രം നമ്മൾ ആ ഗ്രൗട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അതായത് ടൈൽസിലേക്ക് ഒരു പിടുത്തം കിട്ടുക എന്നുള്ള രീതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുറച്ച് സിമെൻറ്റ് കലക്കി നമ്മൾ ആ ഇതിലേക്കൊന്ന് ബ്രഷ് ഇട്ടിട്ടൊന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ച് നമ്മൾ ഇച്ചിരി അവിടെ ആക്കി കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ ഗ്രൗട്ട് ഇത് കോൺക്രീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മേളിലിടുന്നത്. പുറത്തേക്ക് വരും ഉറപ്പാണ്, ബട്ട് സ്ട്രെയിറ്റ് അവേ നമ്മൾ ഇതിലാണ് കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ സിമെൻറ്റിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക, ഏതെങ്കിലും ഒന്ന് ചെയ്യുക. ഓക്കെ, അപ്പോൾ കഴിയുന്നതും ആ പൂഴിമണലിൻ്റെ അവിടെ നമുക്ക് ഗ്യാപ്പ് കിട്ടണം എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷേ പൂഴിമണൽ നമുക്കിത് കഴിഞ്ഞതിന് ശേഷം ഗ്രൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ചുരണ്ടുമ്പോഴും ആ ഒരു പിടുത്തം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇതിൽ മാത്രമായിട്ട് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതെനിക്ക് വഴിയെ മനസ്സിലാവും ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന്. അപ്പോൾ ഇത് നമ്മൾ പ്രൊസീജിയർ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേറെ ഐഡിയാസ് ഇതുപോലെ ഇതിലേക്ക് പിടിക്കാണ്ടിരിക്കാനുണ്ടെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം പോലെ ഇരിക്കും, എങ്ങനെയാണ് നിങ്ങൾക്ക് അത് കൂടുതൽ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുകയെന്ന്. അപ്പോൾ ഞാനിതൊക്കെ ജസ്റ്റ് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. ടൈൽസിൽ കഴിയുന്നതും പിടുത്തം എന്നാലും ഉണ്ടാവും, പിടുത്തം ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ഞാൻ മാക്സിമം ചെയ്യേണ്ട പ്രൊസീജിയർ നോക്കി തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പം ഗ്രൗട്ടിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു പാത്രത്തിൽ കുറച്ച് സിമെൻറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അധികം വെള്ളം ആവണ്ട, ഒരു ഏകദേശം നമുക്ക് മനസ്സിലാവും എത്രയാണ് വേണ്ടതെന്ന്. അപ്പോൾ ആ ഒരു ലെവലിൽ എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്നൊരു ഗ്രൗട്ട് പോലെ ആക്കി കൊടുക്കാനാണ് നമ്മൾ ഈ സിമെൻറ്റ് എടുത്തിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ആക്കി ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. അധികം ഇത്തിരി വെള്ളം കൂടിയുണ്ട്, ഇത്രയൊന്നും വേണ്ട വെള്ളം. ശരിക്കും ഒരു ഗ്രൗട്ട് പോലെ മതി, കാരണം നമ്മളതിൻ്റെ ആ ടൈൽസിൻ്റെ മുകളിലേക്ക് ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി ഒരു സ്ഥലത്തും ആവാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കോരിയെടുത്തിട്ട് കുറച്ചുകൂടി നമുക്ക് ഇതിൻ്റെ സിമെൻറ്റിൻ്റെ പൊടിയുണ്ട്, സിമെൻറ്റ് കുറച്ചുകൂടി എടുത്തിട്ട് ആ കട്ടി ഒന്ന് കുറച്ചുകൂടി കൂട്ടി കൊടുക്കണം. ഇത് നമുക്ക് വേസ്റ്റ് ആയാലും കുഴപ്പമില്ല, കാരണം നമ്മൾ ഗ്രൗട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് മേളിലത്തേക്ക് പോർഷന് വേണ്ടത് വൈറ്റ് സിമെൻറ്റാണ് നമ്മൾ ബ്ലാക്ക് ഓക്സൈഡിൽ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ സിമെൻറ്റ് ആകുമ്പോൾ അതിൻ്റെ കളർ എന്ത് വന്നു കഴിഞ്ഞാലും എടുത്ത് കാണിക്കില്ല. അപ്പോൾ അതൊക്കെ ഞാൻ പറയുന്നുണ്ട്, ബാക്കി വീഡിയോസിലേക്ക് മുന്നോട്ട് ഞാൻ പറയാം. ജസ്റ്റ് ഇതിപ്പം പറഞ്ഞിട്ടൊന്ന് കൂടുതൽ പറഞ്ഞു തന്നേ ഉള്ളൂ. നമ്മൾ വെള്ളം എടുക്കുമ്പോൾ എപ്പോഴുള്ളതാണ് ഇങ്ങനെ തട്ടി കൂടുതൽ എടുത്തു പോകും. എപ്പോഴായാലും കറക്റ്റ് വേണ്ട അളവ് നമുക്ക് കിട്ടില്ല. ഇപ്പോഴും നമ്മൾ ആദ്യം ലെവലിലേക്ക് ഇട്ടു. അപ്പോൾ ഞാനിപ്പോൾ എടുത്തപ്പോഴേക്കും കൈ തട്ടിയിട്ട് പോയി, കാരണം ഓൾറെഡി നമ്മൾ വീഡിയോ എടുക്കണമല്ലോ. അപ്പോൾ മൊബൈൽ ഒരു കയ്യിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇതിങ്ങനെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് എപ്പോഴും ട്രൈപോഡ് പോലെ ഒന്നും നമുക്ക് ചെയ്യാനും പറ്റില്ല, കാരണം ഇത് ഓരോ സ്ഥലത്ത് ചെയ്യുമ്പോഴും ട്രൈപോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണം. ഇങ്ങനെയുള്ള പണികൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പം ഇത് നമ്മൾ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ടൈൽസിൻ്റെ മുകളിലേക്ക് ഇവിടെ മാത്രം കുറച്ച് ഇങ്ങനെ ഓരോ ടൈൽസിൻ്റെ മുകളിലും കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ കഴിയുന്നതും ആ പൂഴിയിലേക്ക് ആവേണ്ട. ഇങ്ങനെ ആയിന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോഴും ആവും. ബട്ട് ഇതിൻ്റെ ഏറ്റവും നല്ല സ്ട്രെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രൗട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മറ്റേ അവിടെ നിന്ന് നമ്മളിപ്പം കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ സിമെൻറ്റിന് ഇത്ര സ്ട്രെങ്ത്ത് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ കണ്ടോ, ഇപ്പോൾ ഞാൻ ആക്കിയപ്പോഴും ആവാണ്ടിരിക്കില്ല. പക്ഷെ നമ്മൾ ഇടുമ്പോഴും കഴിയുന്നതും പുറത്തേക്ക് ആവാത്ത രീതിയിൽ അതിലേക്ക് മാത്രമായിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക മാക്സിമം. അപ്പോൾ കുറച്ചെങ്കിലും നമുക്ക് ഇപ്പം വൈറ്റ് സിമെൻറ്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പുറത്തെ പോർഷൻ എടുക്കുമ്പോൾ, അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഏതിൻ്റെ ബേസിലാണെന്ന് നിങ്ങൾക്ക് ആ ലാസ്റ്റ് പോർഷനിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേ. ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അത് അവിടെ ഇത്തിരി സ്ട്രോങ് ആയി. ഇത് അവിടെ കിടക്കുമ്പോൾ ആ ഗ്രൗട്ടിൻ്റെ ഒരു സ്ട്രെങ്ത്ത് ഒരു ഇച്ചിരി എക്സ്ട്രാ കിട്ടും. അപ്പോൾ നല്ലൊരു പിടുത്തം കിട്ടും, നമ്മൾ ടൈൽസിലേക്ക് നല്ലൊരു പിടുത്തം ഉണ്ടാവും. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ അത് അത്ര വലിയ നമ്മളൊരു കുമ്മായ കത്തി കൊണ്ട് ചെയ്യുമ്പോൾ അത്ര സെറ്റ് ആവാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ യൂസ് ആൻഡ് ത്രോ സ്പൂൺ എടുത്ത്. അപ്പോൾ അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാവുന്നുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാനും കൂടെ കുറച്ചുകൂടി സിമ്പിളാണ്. അപ്പോൾ ഞാൻ സ്പൂണിൽ എല്ലായിടത്തും ആക്കി കൊടുക്കുന്നുണ്ട് സിമെൻറ്റ്. നമുക്ക് ഗ്രൗട്ട് മാക്സിമം എല്ലായിടത്തും ആക്കി കൊടുക്കും. ഇതുപോലെ ഇത് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ വീഡിയോ ലെങ്ത് ആവുമെന്ന് വെച്ചിട്ട് നിങ്ങൾ അവിടെ ഇവിടെ
അറിയാത്ത വിഷയം പോർഷൻ വരുമ്പോൾ എന്നുവെച്ചാൽ ഈ ക്രാഫ്റ്റ് ഇപ്പോൾ അധികം നമ്മൾ കാണുമ്പോഴേ എല്ലാം ഓടിച്ചിട്ടിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു മാറ്റമായിട്ട്, കാരണം എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പല കേസിലും ഭയങ്കര സ്പീഡായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഓരോ പോർഷനും മിസ്സായി പോകും. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അതൊന്നാമത് ഇത് ചെയ്ത് ശീലമില്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോ ഭാഗവും ഡീറ്റെയിലിംഗ് ആയിട്ട് പറയുന്നത്. അല്ലെങ്കിൽ ഇത് ഓടിച്ച് നമുക്ക് തീർക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. നമുക്ക് ഇൻ ഡീറ്റെയിൽഡ് മനസ്സിലായാലേ നമുക്കത് ചെയ്യണമെന്ന് ആഗ്രഹം. അപ്പോൾ നമ്മളെല്ലാവരും ഇതിപ്പം വീഡിയോ പർപ്പസ് അല്ലാണ്ട് നമ്മൾ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചെയ്യണം എന്നുള്ള രീതിയിലും കൂടെ ആണല്ലോ നമ്മളൊരു ക്രാഫ്റ്റ് നമ്മൾ ഇപ്പം ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർ എല്ലാവരും കാണുന്നവരത് ചെയ്തിട്ട് സക്സസ്ഫുൾ ആയി എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാരണം നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞ് അത് ഒരാൾ കണ്ടു, അപ്പോൾ അവരും ചെയ്ത് നോക്കി. ഇപ്പോൾ അവരൊരു യൂട്യൂബർ ആണെങ്കിൽ അവരും ഇതേപോലെ ഒരു വീഡിയോ അതുപോലെ ഇട്ടിട്ട് നമുക്കത് കാണുന്ന സമയത്ത് നമുക്ക് സന്തോഷമുള്ളൂ. കാരണം നമ്മളൊരു സംഭവം കാണിച്ചു കൊടുത്ത് അതേപടി അവർക്ക് മനസ്സിലായി. പിന്നെ കമൻസിലും ചിലർ പറയും ഓക്കെ നമ്മളത് പറഞ്ഞപ്പോഴും അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായി, ട്രൈ ചെയ്ത് നോക്കി സക്സസ്ഫുൾ ആയി എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഞാൻ മാക്സിമം ഇട്ടിട്ടുണ്ട്, ഇതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പോർഷൻ ആണെങ്കിലും അവിടെ നമ്മൾ കുറച്ച് തൊടിയിച്ച് കൊടുക്കുക. ഇപ്പോൾ ഇത്രയായി, ഇപ്പോൾ എല്ലായിടത്തും ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രൊസീജിയർ ഇനി നമ്മൾ ഈ ഗ്രില്ല് നേരത്തെ കാണിച്ച ആ ഗ്രില്ല് നമ്മൾ ഇതിലേക്ക് വെക്കുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കാണിക്കാം. ഇപ്പോൾ നമ്മൾ ഇതുപോലൊരു കമ്പി കുറച്ച് വളവുള്ള സ്ട്രൈറ്റുള്ള കമ്പിയാണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ എനിക്ക് ഇങ്ങനെ തന്നെ കിട്ടിയപ്പോൾ ഞാൻ ഒന്ന് തന്നെ അതിൻ്റെ കാലിന് വേണ്ടി എടുത്തിരിക്കുക. അപ്പോൾ ഞാനതിൽ 46 സെൻറ്റിമീറ്ററാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് 46 സെൻറ്റിമീറ്റർ വെച്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കിതൊന്ന് ബെൻഡ് ചെയ്യണം. അത് ബെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ചെയ്യുന്നത്. അതുപോലെ രണ്ട് സൈഡിലും ഇതുപോലെ ഇപ്പോൾ ഇവിടെയും ഒരേ വലുപ്പമായിരിക്കണമല്ലോ. അപ്പോൾ നമ്മൾ 46 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇവിടെ 46 എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് കറക്റ്റായിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 46 സെൻറ്റിമീറ്ററാണ് നമ്മൾ ഇതിൻ്റെ നീളം എടുത്ത്, കാലിൻ്റെ നീളം എല്ലാം ഒരേപോലെ ആയിരിക്കണം. അതിനുവേണ്ടി നമ്മളിങ്ങനെ എടുത്തിരിക്കുക. ഇനിയിപ്പം ഇത് ഇവിടെ നിന്ന് തന്നെ വരുന്നുണ്ടെങ്കിൽ അത് ഉള്ളിലേക്ക് വെക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ കെട്ടുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രണ്ട് ഇതിനും നമ്മൾ കറക്റ്റ് 46 സെൻറ്റിമീറ്റർ വെച്ചിട്ട് അളന്ന് കൊടുക്കുക. അത് വെച്ചിട്ട് നമ്മളവിടെ കാലിൻ്റെ ലെങ്ത്ത് അളക്കുക. പിന്നെ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കണം, അതുകൂടെ നമ്മൾ അളവെടുക്കണം. പിന്നെ ഞാനിത് ബെൻഡ് ചെയ്തിട്ട് ബാക്കി കാണിക്കാം. ഇതിനുശേഷം നമ്മളിപ്പം ഈ ഗ്രില്ല്, ഞാൻ നേരത്തെ കാണിച്ച ഗ്രില്ല് കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടുള്ള കമ്പി 4 കാലിന് വേണ്ടിയിട്ട് ഈ കമ്പി 4 വെച്ചിട്ടുണ്ട്. ഇപ്പം അത് കെട്ടി വെച്ചിട്ടുണ്ട്. ബട്ട് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കാത്തതുകൊണ്ട് മാത്രം അങ്ങനെ വെക്കും. നമ്മൾ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ഇത് സ്ട്രൈറ്റ് ആയിട്ട് വെക്കും. അതുവരെ ചരിഞ്ഞിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ഗ്രില്ല് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ആ ഗ്രില്ല് ഞാൻ ഇതുപോലെ നേരത്തെ കാണിച്ച ഗ്രില്ലിലേക്ക് കമ്പി കെട്ടി ടൈൽസ് ഇട്ടതിന് ശേഷം എന്നിട്ട് അതിപ്പോൾ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ അടുത്ത പരിപാടികൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ബേബി ജില്ലിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വലിയ ഇതല്ല, നമ്മൾ പറയില്ലേ കല്ലിൻ്റെ കഷ്ണങ്ങൾ, കരിങ്കല്ലിൻ്റെ കഷ്ണങ്ങൾ. അത് ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കും പറയുന്നത്. നമ്മളിവിടെ ജില്ലി എന്ന് പറയാറുണ്ട്, പിന്നെ മെറ്റൽ എന്ന് ചിലർ പറയും. അപ്പോൾ അതിൻ്റെ ഏറ്റവും ചെറിയ മോഡലാണ്. അപ്പോൾ അത് ഞാൻ കാണിക്കാം എത്രയാണ് അളവെടുക്കുന്നതെന്ന്. അപ്പോൾ എന്നിട്ട് നമ്മളതൊരു കോൺക്രീറ്റ് ആക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ സിമെൻറ്റ്, ചെറിയ ബേബി ജില്ലി എന്ന് പറയുന്ന നമ്മുടെ മെറ്റലിൻ്റെ പീസ്, അത് ഒക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെടുത്തിരിക്കുന്ന കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:2:2 എന്ന് ഞാൻ എടുത്തിരിക്കുന്നത്. സിമെൻറ്റ് 1, പിന്നെ പൂഴിമണൽ അടുത്ത 2 പോർഷൻ, പിന്നെ ബേബി ജില്ലി എടുത്തിരിക്കുന്നത് 2 പോർഷൻ തന്നെ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ചട്ടി സിമെൻറ്റ് എടുക്കുകയാണെങ്കിൽ പൂഴിമണൽ 2 ചട്ടി, ബേബി ജില്ലി 2 ചട്ടി, അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ റേഷ്യോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കണം. ഇത് നല്ല ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ മിക്സിങ് കറക്റ്റ് ആവില്ല. ഇതുപോലെ അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ചിലർ ആദ്യം കയറി വെള്ളം ഒഴിക്കും, അപ്പോൾ അത് കറക്റ്റായിട്ട് മിക്സിങ് ആവില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊന്നും അങ്ങോട്ടും കൂടെ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് മാത്രം വെള്ളം ഒഴിക്കുക. അല്ലെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് കിടക്കും സിമെൻറ്റ് വേറെ. അപ്പോൾ നമ്മുടെ ഈ മിക്സിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മളിത് നല്ല രീതിയിൽ സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ മിക്സിങ് നന്നായിട്ട് ചെയ്താൽ മാത്രമേ ഈ സിമെൻറ്റും ഇതും കൂടെ ഉള്ളൊരു റേഷ്യോ കറക്റ്റ് ആവുള്ളൂ, നന്നായിട്ട് സെറ്റും ആവത്തുള്ളൂ. അല്ലെങ്കിൽ അത് അവിടെ ഇവിടെ ആയിട്ട് കിടക്കും, സിമെൻറ്റ് വേറെ കിടക്കും അങ്ങനെ. അപ്പം ഇതൊരുവിധം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് കണ്ടാൽ മനസ്സിലാവും നമുക്ക് എല്ലായിടത്തും. ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഈ വെള്ള പോർഷൻ പൂഴിമണലിൻ്റെ വേറൊരു പോർഷനായിട്ട് കിടക്കുന്നത് ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ മിക്സിങ് കറക്റ്റായില്ല. അപ്പോൾ നമ്മൾ നല്ല താഴെ കൂടെ തന്നെ എടുത്ത് നന്നായിട്ട് മിക്സിങ് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആവശ്യമനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു ഗ്രൗട്ട് പരിവാക്കുക. കുറച്ച് വെള്ളം ഉള്ള രീതിയിലായാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് അത് സെറ്റ് ആയിക്കോളും. ഇത് മിക്സിങ് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ആദ്യം ഒരു ഇച്ചിരി 2 കപ്പ് ഒഴിച്ച് എല്ലായിടത്തും ആയി നിറഞ്ഞതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അത് ലാസ്റ്റ് നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ നോക്കി മിക്സ് ചെയ്യാം. ഇനി ഞാൻ ബാക്കി മിക്സ് ചെയ്തതിന് ശേഷമുള്ള കാണിക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. ഇപ്പോൾ നമ്മൾ വെള്ളം കുറവ് കാണുമ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ സിമെൻറ്റിൽ സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല, അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പോർഷൻ നോക്കി വെള്ളം കുറവുണ്ടെന്ന് നോക്കിയാൽ അതിനനുസരിച്ച് മാത്രം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളമായാലും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക്
ഇട്ട് കൊടുക്കാൻ പാടാണ്. പിന്നെ ഈ ഒരു പരുവം വേണം. നമ്മൾ ഈ കമ്പിയുടെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങണം. കോൺക്രീറ്റിൻ്റെ പരുവം എന്ന് പറയും. ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ എല്ലായിടത്തും എത്തില്ല. അപ്പം വെള്ളം തീരെ കുറയാനും പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഫുള്ളായിട്ട് കാണിക്കുന്നത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പം വെള്ളം കൂടിയും പോവും, പിന്നെ തിരിച്ച് കുറയും. ഇപ്പോൾ ഇതുപോലെയൊക്കെ ഈ ഒരു പോർഷനിലേക്ക് ഇങ്ങനെയാണ് ഇടുന്നതെങ്കിൽ അത് ഉള്ളിലേക്ക് നന്നായിട്ട് ഇറങ്ങില്ല. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ വെള്ളം ഒഴിക്കണം. നമ്മളൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇടുമ്പോഴേക്കും നല്ല ഇതിനുള്ളിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ ഇച്ചിരി കൂടുതൽ വെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതിലേക്ക് അധികം ചേർക്കാൻ വെച്ചാൽ ടൈൽസ് നീങ്ങിപ്പോരുത്. അതുപോലെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യത്തെ ലെയർ ഇടുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ടൈൽസ് നീങ്ങിപ്പോവാണ്ട് പതുക്കെ ഇട്ട് കൊടുക്കുക. ഭയങ്കര ഇതിൽ ഇട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആ ടൈൽസ് അവിടെ നിന്ന് നീങ്ങിപ്പോവും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ആദ്യം എടുത്ത പണി മുഴുവൻ വെറുതെയാവും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് എത്തുന്ന രീതിയിൽ കംപ്ലീറ്റ് എല്ലായിടത്തും എത്തിക്കുക. ഇതിൽ എവിടെയെങ്കിലും ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാവുന്നതാണ്. ഞാനത് പറഞ്ഞുതരാം. കാരണം ചിലപ്പോൾ നമുക്ക് ഇത് ചെയ്യുന്നതിൻ്റെ തിരക്കിൽ ചില പോർഷൻസൊക്കെ നമുക്ക് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ അങ്ങനെ വിട്ടുപോയിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചോദിക്കുക. ഞാനത് പറഞ്ഞുതരാം. ചെയ്യുന്നതിൻ്റെ തിരക്കായിരിക്കുമല്ലോ, അതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാനിനി കംപ്ലീറ്റ് ഇട്ടതിന് ശേഷം ബാക്കി കാണിക്കാം. അപ്പോൾ അതിൽ ഇച്ചിരി ചരിവുള്ളതുകൊണ്ട് വെള്ളം വന്നിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല. ആ വെള്ളം അവിടെ നിന്നാലും അത് വെള്ളം സർഫസ് ചെയ്ത് കിടക്കുന്ന വെള്ളമാണ്. അപ്പോൾ അത് കോൺക്രീറ്റ് നല്ലതാണ്. വെള്ളത്തോടെ കിടന്ന് സംഭവം സെറ്റാവും. അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കമ്പി ഇങ്ങനെ ഒരു കാലിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചരിവ് കൊടുക്കാനാണ് അവിടെ ആ ഒരു ഓട്ടിൻ്റെ കഷ്ണം എടുത്ത് വെച്ചിട്ട് ആ ചരിവ് കറക്റ്റാക്കി കൊടുത്താണ്. ഇനിയിപ്പം കുറച്ചുകൂടെ ഒന്ന് സെറ്റായി കഴിയുമ്പോൾ ഒരു രാത്രി ഇപ്പോൾ ഏകദേശം ഒരു 5 മണിയായിട്ടുണ്ട്. അപ്പോൾ ഒരു രാത്രി ഒരു 9 മണി 10 മണിയൊക്കെ ആകുമ്പോൾ ഓട്ട കുറച്ചുകൂടി ഒന്ന് സെറ്റാവും. അപ്പോഴേക്കും പിന്നെ നമുക്ക് ആ ഓട് എടുത്ത് മാറ്റാം. പിന്നെ രാവിലെ ഒന്നും കൂടെ നോക്കി ഉണ്ടെങ്കിൽ അന്നേരം ഒന്നും കൂടെ അത് ആ ഒരു ഷേപ്പ് ഒന്ന് കറക്റ്റാക്കി വെച്ചതിന് ശേഷമാണ് ഇനിയിപ്പോൾ നമ്മൾ കാല് ഇതേപോലെ ഒരു പൈപ്പിൽ വേണം നമ്മൾ കാല് ചെയ്യാൻ. കാല് ഇതേപോലെ തന്നെ വെച്ച് കാലെല്ലാം സെറ്റാക്കി അളവെടുത്തതിന് ശേഷമാണ് കാല് നമ്മൾ കംപ്ലീറ്റ്ലി സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ ലെവലിൽ വരെയുള്ള ഔട്ട്പുട്ട്. സംഭവം സെറ്റായിട്ടുണ്ട്. ഇന്നിപ്പം ഓൾമോസ്റ്റ് ഒരു 16 മണിക്കൂറായിട്ടുണ്ട് ഇപ്പോഴാകുമ്പോഴേക്കും. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. പക്ഷേ നമ്മളിനി നല്ല രീതിക്ക് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നാലും മാത്രമേ സെറ്റാവുള്ളൂ. അത് കൂട്ടാത്തിൽ തന്നെ നമ്മൾ ഇതിന് കാല് ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇന്നലെ കട്ട് ചെയ്തതിൻ്റെ ബാക്കിയുള്ള ഇതും കൂടെ അതിന് ചേർത്ത് വെച്ച് കൊടുക്കണം. ഇത് വേസ്റ്റായി പോകുന്നുണ്ട്. ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. പക്ഷേ ഇത് നമ്മൾ വേസ്റ്റാക്കി കളയേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇപ്പോൾ വീഡിയോ ഞാൻ ഇട്ടാൽ കെട്ടിയിട്ട് ഇതിൻ്റെ ഇങ്ങനത്തെ പീസുകളൊക്കെ ഇതിൻ്റെ 4 കാലിലേക്കും ഇതുപോലെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് കെട്ട് കമ്പിയോട് കെട്ടി കൊടുക്കും. ഇവിടെ നമ്മൾ നമ്മൾ റോളൊക്കെ വരുന്നത്, അതായത് ഓരോരോ ക്രാഫ്റ്റിൻ്റെ പിന്നെ ഫോട്ടോൻ്റെ മെറ്റീരിയലിൻ്റെയൊക്കെ റോള് വരുന്ന ഒരു കാർഡ്ബോർഡ് ബേസ്ഡ് ആയിട്ടുള്ള ഈ റോളാണ് എടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് കാല് ചെയ്യാൻ വേണ്ടിയിട്ട് 4 കാലിന് വേണ്ടിയിട്ട് നമുക്കിത് അളവെടുത്തിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കാലിൻ്റെ അളവെടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അതിൻ്റെ എത്രയാണ് വരുന്നതെന്നുള്ളത് നമ്മൾ അളവെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ 40 കാണുന്നത്. അപ്പോൾ 40 സെൻറ്റിമീറ്റർ നമ്മളിവിടെ വെച്ചിട്ട് മാർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ അളവെടുത്തിട്ട് 40 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ഇത് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ ഇത് വെച്ചതിന് ശേഷം 40.5 എടുത്ത് ചെയ്യുന്നത്. കുറച്ച് താഴേക്ക് പോകുന്നുണ്ട്. 40.5 വെച്ചിട്ട് നമ്മളിവിടെ എല്ലാം മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത ഒന്ന് ചെയ്തു, പിന്നെ അടുത്ത ഇതിലെടുക്കുകയാണ്. ഓക്കെ, എല്ലാം ഇപ്പോൾ നമ്മൾ മുറിച്ചെടുക്കുമ്പോഴേക്കും 40.5 ആവും. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ മുറിച്ചതിന് ശേഷം കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ കാലും ഇപ്പോൾ ഞാൻ ഉൾഭാഗം കാണിക്കാം. കറക്റ്റ് നടുക്കിലേക്കാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം സെൻറ്ററൈസ് ചെയ്യുന്നുണ്ട്. ഇതിന് മാത്രം ഇച്ചിരി നമ്മൾ വെച്ചാൽ അവിടെ സൈഡിൽ വേറെ കമ്പി ഉള്ളതുകൊണ്ട് നമുക്കത് പറ്റത്തില്ല. ബാക്കിയെല്ലാം സെൻറ്ററിലേക്കാക്കിയിട്ടുണ്ട് നമ്മൾ. ഓക്കെ, അപ്പോൾ ഇതുപോലെ 4 കാല് നമ്മൾ ഫിക്സ് ചെയ്തു. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇന്നലെ ഇവിടെ ചെയ്ത അതേ അളവിൽ തന്നെ കോൺക്രീറ്റ് ചെയ്ത് നിറയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ എടുക്കുന്നത് 2:2 റേഷ്യോ, കോൺക്രീറ്റിൻ്റെ റേഷ്യോ എടുക്കുന്നത് 1:2:2 അപ്പോൾ കുറച്ചുകൂടി ഒരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്നത്. ഓക്കെ,
ഇവിടെ ഒരു ഇച്ചിരി കമ്പി ഹൈറ്റ് വന്നിട്ടുണ്ട്, അത് നമുക്ക് കട്ടർ കൊണ്ട് ലാസ്റ്റ് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. വാട്ടർ ലെവലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളിങ്ങനെ വെച്ച് നോക്കുമ്പോൾ എല്ലാം ഹൈറ്റ് സെയിമാണ്, കാലിന് നീളം വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. വാട്ടർ ലെവൽ വെച്ച് നോക്കിയിട്ട് എല്ലാം കറക്റ്റാണ്. ഓക്കെ, ഇനിയിപ്പം ബാക്കി പരിപാടികൾ അടുത്തിൽ. അങ്ങനെ ഇപ്പോൾ ഇത് നമുക്ക് ഒരു 12 മണിക്കൂറായി. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ നിറച്ചതായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു 12 മണിക്കൂറുകൾ സംഭവം സെറ്റായിട്ടുണ്ട്. 12 അല്ല, ഒരു 18 മണിക്കൂറോളം ആകുന്നു. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കണമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ പുറത്തുള്ള ഇത് കളയുക. ഇതിപ്പോൾ നമ്മൾ പൈപ്പ് വെച്ചിട്ട് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഇതാവില്ല. നമുക്ക് ഉള്ളിൽ എണ്ണ പുരട്ടിയിട്ടൊക്കെ ഓയിലൊക്കെ പുരട്ടിയിട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കിങ്ങനെ ലെയറായിട്ട് പൊളിച്ചാൽ കിട്ടും. നമുക്കിങ്ങനെ പൊളിച്ച് കളയാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ അത് പൊളിച്ച് കളയുകയാണ്. കാരണം എന്നാൽ നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഒഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ വെള്ളം ഉള്ളിലെത്തില്ല. അപ്പോൾ ഇന്നലെ ഇതിനകത്ത് മുഴുവൻ ഞാൻ വെള്ളം, അതായത് ഇവിടെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു സെറ്റാകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്നലെ നല്ല മഴയും കിട്ടി, അപ്പോൾ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ പൊളിച്ച് കളയാം. നമുക്കിങ്ങനെ പൊളിച്ച് കളയാൻ പറ്റും. നനഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇത് പൊളിഞ്ഞ് കിട്ടും. പിന്നെ ഇപ്പോൾ ഞാൻ ഇതാണ് ചെയ്യുന്നത്. എന്താ, നമുക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ ടോപ്പ് ഭാഗം പൊളിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ സെറ്റായിട്ടുണ്ട്, കാണാൻ പറ്റും. കേട്ടോ, ഇവിടെ ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളിത് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതിനനുസരിച്ചാണ് ഇത് കൂടുതൽ സെറ്റാവുക. ഓക്കെ, നന്നായിട്ട് കുറച്ചുകൂടി ഉറക്കാനുണ്ട്. കാണാൻ പറ്റൂടെ. ഇനിയിപ്പം വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് നന്നായിട്ടത് ഉള്ളിൽ സെറ്റാവും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഞാൻ കംപ്ലീറ്റ് പൊളിച്ച് കളയും. നമ്മളിത് ഇപ്പം ഇതെടുത്ത് കൊണ്ടുവന്ന് നേരെയാക്കി വെച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകുക വെള്ളത്തിൽ. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇട്ട് പൂഴി മണലുണ്ടാവും ഇതിൻ്റെ ഇടയിൽ. ആ മണൽ മുഴുവൻ നമ്മൾ കഴുകി കളയുകയാണ്. വെള്ളം അടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം അടിച്ച് കഴുകുകയാണ്. ഇതുപോലെ ഒരു സ്പേസ് വരും, അവിടെ തന്നെ ഒരു സ്പേസ് വരും. ആ ഗ്യാപ്പ് മുഴുവൻ ഇതുപോലെ വെള്ളം കൊണ്ട് കളയാം. ഇതുപോലെ നമ്മളെല്ലാ ഗ്യാപ്പിലും പൂഴി നിറച്ചതിനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. എന്നിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം ഇത് നിറയ്ക്കേണ്ടത്. ബ്ലാക്ക് കളറുള്ള റെഡ് ഓക്സൈഡ്, അത് വൈറ്റ് സിമെൻറ്റ് ചേർത്തിട്ടാണ് നിറയ്ക്കേണ്ടത്. ഇത് മുഴുവൻ വൃത്തിയാക്കിയതിന് ശേഷമാണ് നമുക്ക് ചെയ്യേണ്ടത്. ഈ പൂഴി മണൽ ആദ്യം നിറച്ചില്ല, നമ്മൾ ഫസ്റ്റ് തന്നെ വീഡിയോയിൽ കാണിച്ചതാണിത്. അപ്പോൾ ആ ഭാഗത്തുള്ള മുഴുവൻ കളയണം. കുറച്ച് സിമെൻറ്റ് മിക്സ് ചെയ്തുകൊണ്ടാണ് ഇച്ചിരി പാട്. ഇതൊന്നും ഇതുപോലെ ചെയ്യാത്തവർക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഇതിൻ്റെ മേളിൽ ഗ്യാപ്പ് വെച്ചിട്ട് ചെയ്യാം. പക്ഷെ അന്നേരം കുറച്ച് ഗ്യാപ്പ് നമ്മൾ കൊടുക്കണമെന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത്, ഞാൻ ഈ മെത്തേഡാണ് ചെയ്ത്. മറ്റേ മെത്തേഡും നമുക്ക് ചെയ്യാവുന്നതാണ്. ഉള്ളിൽ ചെറിയ ഗ്യാപ്പ് വെച്ച് പിന്നെ ടൈൽസ് വെച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഏതാ എളുപ്പമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ വൈറ്റ് സിമെൻറ്റിൽ ഇത് മിക്സ് ചെയ്ത് ഇത് കംപ്ലീറ്റ് കഴുകി വെള്ളം ഒഴിച്ച് കളഞ്ഞ് വേണം നമ്മൾ ഈ ഗ്രൗട്ടിൽ വൈറ്റ് സിമെൻറ്റിൽ മിക്സ് ചെയ്ത് ചെയ്യാം. അപ്പോൾ ഈ ഏരിയയൊക്കെ ഇതുപോലെ തന്നെ മണ്ണ് തള്ളിക്കളഞ്ഞെടുക്കുകയാണ്. ഇതിലാദ്യം ഇപ്പോൾ നമ്മൾ ഇതാണ് എടുത്തത്, വൈറ്റ് സിമെൻറ്റാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ബ്ലാക്ക് ഓക്സൈഡ് കൂടെ എടുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതിലെ അളവും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ടാവും, നമ്മൾ എത്ര റേഷ്യോ ആണ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക്നെസ്സിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡാർക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കളർ കൂടുതൽ മിക്സ് ചെയ്ത്, നോർമൽ കേസിൽ 1:1 റേഷ്യോയിലാണ് എടുക്കാറ്. ഞാനിപ്പോൾ അതിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ചുകൂടി ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് ബ്ലാക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടി. അത് നമുക്ക് കളറിനനുസരിച്ച് നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഇതേപോലെ തന്നെ അഡീഷണലി നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതതിനനുസരിച്ചാണ്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആദ്യം കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ശരിക്കും അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ടാണ് ഇടാറ് പൊതുവേ. രണ്ടും ചേർത്ത് അരിച്ച് മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെറിയൊരു പോർഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്കിനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അതായത് എത്ര വെള്ളമാണ് അതിന് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക ചെയ്യുക. അപ്പോൾ നമുക്കിതുപോലെ ഒരു ഗ്രൗട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ആ പേസ്റ്റ് പരുവത്തിന് കംപ്ലീറ്റ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ പൂഴി നിറച്ച് കൊടുത്തില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ, അതിൽ ഗ്യാപ്പൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് നോക്കുക. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഗ്യാപ്പ് ഉണ്ടാവും, നമ്മൾ മേളിൽ തേച്ച് കഴിഞ്ഞാലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അത് ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ ആയി കിട്ടും നമുക്ക്. നല്ല ഒരു ദിവസം വെച്ചിട്ട് ഉണങ്ങുന്നതാണത്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മളതിൽ നന്നായി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളം വളരെ മസ്റ്റാണ്. എന്നുവെച്ചാൽ അത് നല്ലതായിട്ട് സെറ്റായി വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് ഇളകി പോകാത്ത രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിലെല്ലായിടത്തും ഞാൻ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുക.
അപ്പോൾ വെള്ളം ഒരു 2-3 ദിവസം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അല്ലെങ്കിൽ ആ ദിവസം തന്നെ നമുക്ക് എന്തെങ്കിലും ടൈൽസ് ഇതുപോലെ നമുക്ക് ഉരച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അതേപോലെ വെള്ളം ഒഴിച്ചിട്ട് ആ ടൈൽസിൻ്റെ ഭാഗം മാത്രം, ബാക്കി ഭാഗത്തിലേക്ക് ഉരയ്ക്കരുത്, ആ ടൈൽസിൻ്റെ ഭാഗം മാത്രം നമ്മളൊന്ന് ഉരച്ചതിന് തെളിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതൽ സെറ്റായി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഹാർഡാവുന്നതുകൊണ്ട് ആ ഭാഗം മാത്രം നമ്മളൊന്ന് ഒരു സാൻഡ് പേപ്പർ എടുത്തിട്ട് ഉരച്ചിട്ട് വൃത്തിയാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കൂടുതൽ കട്ടിയാവുന്നതിന് മുന്നേ തന്നെ നമുക്കതിൻ്റെ ക്ലിയറായിട്ട് നമുക്കതിൻ്റെ സിമെൻറ്റ് മാറി കിട്ടും ടൈൽസിൻ്റെ മുകളിൽ നിന്ന്. എന്നിട്ട് ബാക്കിയുള്ളത് സെറ്റായിട്ട് നമുക്ക് നന്നായിട്ട് പോളിഷ് ചെയ്ത് കൊടുത്താൽ മതി. പോളിഷിംഗ് അല്ല, ഒരു കുറച്ചുകൂടി ഗ്രിറ്റ് കുറഞ്ഞ്, ഞാൻ 400ൻ്റെ ഗ്രിറ്റാണ് യൂസ് ചെയ്യുന്നത്, 400, 800 എന്നുള്ള 2 ഗ്രിറ്റ് യൂസ് ചെയ്തിട്ടാണ് കഴുകാറ്. അപ്പോൾ എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 ദിവസം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പറ്റാവുന്ന പോലെ നമ്മൾ ആ സമയത്ത് ടൈൽസിൻ്റെ മേൽഭാഗമൊക്കെ ഒന്ന് സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ചും കൊടുക്കുക. ഇതുപോലെ തന്നെ എല്ലായിടത്തും നോക്കുക. നമുക്ക് ആ കട്ടി ഉള്ള ഭാഗം സാൻഡ് ചെയ്ത് നമുക്ക് അറിയാമല്ലോ ടൈൽസ് എവിടെയൊക്കെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്, നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ വെള്ള ഭാഗം കാണുന്ന അല്ലെങ്കിൽ ഒരു തടിപ്പ് പോലെ കാണുന്ന സ്ഥലത്തൊന്ന് ഉരച്ച് നോക്കിക്കഴിഞ്ഞാൽ വൈറ്റ് കാണാം. അപ്പോൾ വൈറ്റ് തീരുന്ന വരെ നോക്കിയിട്ട് നമ്മൾ അവിടെയൊക്കെ സാൻഡ് പേപ്പർ ഇട്ടിട്ട് നല്ല ഉരയ്ക്കുക. അപ്പോൾ നല്ല ഈ തേച്ചിട്ട സാധനവും നല്ല മിനുസാവും. ഞാൻ നല്ല രീതിയിൽ ഇത് നല്ല പേപ്പറൊക്കെ ഇട്ട് നല്ല ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടില്ല, ടയർ ഞാൻ മാറ്റിയില്ല, വേണമെങ്കിൽ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഉള്ളിൽ സിമെൻറ്റിൻ്റെ ഇതേ ഷേപ്പ് ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് തോന്നി, എനിക്കിത് ഭംഗിയും തോന്നി. വേണമെങ്കിൽ നമുക്കിതിൽ വേറെ കളേഴ്സൊക്കെ അടിച്ചു കൊടുക്കാം, ബ്ലാക്ക് പെയിൻറ്റിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ വെക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പോളിഷ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ പോളിഷല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് പേപ്പർ ഇട്ടിട്ട് കളഞ്ഞാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അതിൻ്റെ എഡ്ജും കാര്യങ്ങളും എല്ലാം ആ സിമെൻറ്റിലും ബ്ലാക്ക് ഓക്സൈഡ് മിക്സ് ചെയ്തിരിക്കുന്ന ആ ഭാഗം മുഴുവൻ ഞാൻ നല്ല ഉരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയും കുറച്ച് സ്ഥലത്ത് തള്ളി ഇങ്ങനെ വന്ന ഭാഗങ്ങളൊക്കെ കൂടെ ഞാൻ ആ 800 ഗ്രിറ്റിൻ്റെ പേപ്പർ എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഉരയ്ക്കുകയാണ്. കാരണം ഇപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് ക്ലിയറായിട്ട് വന്ന് കഴിയുമ്പം നമുക്ക് തള്ളി നിൽക്കുന്ന ഭാഗങ്ങൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇങ്ങനെ നമ്മൾ ഉരച്ച് നല്ല പോളിഷ് ചെയ്യാം. നമുക്ക് ഓരോ എഡ്ജൊക്കെ നന്നായി പോയിട്ട് ഇതെടുത്തിട്ട് ഇതിൻ്റെ മേളിൽ വേണമെങ്കിൽ മറ്റേ ഇതിൻ്റെ പോളിഷ് ഉണ്ട്, നമ്മുടെ എന്താ പറയുക മൊസൈക്കിൻ്റെ പോളിഷ് മേടിച്ച് അടിച്ചു കൊടുത്താൽ കുറച്ചുകൂടി നല്ല ഷൈനിങ്ങിന് നിൽക്കും. പക്ഷേ ഞാനിതൊരു ഔട്ട്ഡോർ ജസ്റ്റ് ചെടിയും പിന്നെ അത്യാവശ്യം പുറത്ത് ഒരു ചെയ്യുന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചാൽ ഞാൻ കാണിക്കാൻ ഞാൻ എങ്ങനെ വെക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പോളിഷ് ചെയ്തപ്പോഴാണ് ഈ കളർ വന്നത്. അപ്പോൾ നമുക്ക് നോക്കാം വെള്ളം ഒഴിച്ച് ചെയ്യുമ്പോൾ ഉള്ളതെന്ന് വെച്ചത്. കണ്ട നമ്മൾ എത്ര ഉരച്ച് അതിൻ്റെ ഷേപ്പിംഗ് റെഡിയാക്കുന്നത്, ഇവിടെ എഡ്ജിലൊക്കെ ഉള്ള ഓരോന്ന് ചെയ്യുന്നതിന് അതിനനുസരിച്ച് ഇതിൻ്റെ കളർ സൈഡിൽ നിന്ന് വന്നുകൊണ്ട് നിൽക്കും. എന്താ അപ്പോൾ നല്ല ഭംഗിയില്ല, നല്ല ഞാൻ വിചാരിച്ചാലും സൂപ്പറായിട്ടുണ്ട് സംഭവം. എന്താ ഇപ്പോൾ നമ്മൾ വെള്ളം ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചെളിയും അതിൻ്റെ മേളിലുള്ള ബ്ലാക്ക് ഇതൊക്കെ പോയി. ഇനി ഒന്നിങ്ങനെ അതിൻ്റെ മേളിൽ കൂടെ പോളിഷും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഉഗ്രനാവും. അപ്പോൾ പോളിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ പോളിഷ് ചെയ്തിട്ട് വേറെ കാണിക്കാം. പക്ഷേ ഇപ്പോൾ ഞാൻ ഔട്ട്ഡോറാണ് കണ്ടത്. അപ്പോൾ ഞാൻ ഒരു ചെടിയുടെ സൈഡിലേക്കായിട്ടുള്ള ഒരു ടേബിൾ പോലെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്കത് കാണിക്കണം എന്നുള്ളൊരു മെത്തേഡ് കാണിക്കണം എന്നുള്ളൊരു രീതിയും കൂടെ. അപ്പോൾ നന്നായിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ചുറ്റും ചെടിയൊക്കെ വെച്ചതിന് ശേഷമുള്ള ലുക്ക് എങ്ങനെയാണെന്നുള്ളതും കൂടെ കാണിക്കാം. നല്ല മിനുസാണ് കേട്ടോ, നല്ല ടൈൽസിൻ്റെ ആ ഒരു ഇതും എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 10 ദിവസത്തെ മെനക്കെട്ട പരിപാടിയാണ്. പിന്നെ കുറച്ച് മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ നടന്നില്ല. മൊത്തം എഫേർട്ടിന് അതിനൊരു ഗുണം കിട്ടിയിട്ടുണ്ട്. 4 കാലും കൂടെ വെച്ചിട്ടുള്ള ഇത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. എല്ലാവരും കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടോ, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ഇത് പോളിഷ് ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതും കൂടെ ഒരു വീഡിയോ ആക്കി ഞാൻ ഇടുന്നുണ്ട്, അതിൻ്റെ അപ്ഡേറ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ചുറ്റിനും കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ട് ഒരു ഗാർഡൻ സെറ്റപ്പ് പോലെ ആക്കി കാണിച്ചാണ്. അപ്പോൾ വീടിൻ്റെ ഒരു സൈഡിലായിട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളൊരു ഗാർഡനിൽ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ വിവരം അറിയിക്കുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.